നൂലടക്കം പോണ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഗെയിമാണ്. ആ മുടിയിടുന്നതാണ് നമ്മളുടെ ടാസ്കിന്റെ ഉള്ളിൽ. ഈ നൂലിന്റെ ഉള്ളിൽ എത്രയാണോ കയറ്റാൻ പറ്റുന്നത് അത്രയും കയറ്റണം. ഇപ്പോ എന്റെ ഈ ലൈറ്റ് പിങ്ക് ആണെങ്കിൽ എനിക്കൊരു 10 എണ്ണം കയറ്റണം എന്നുണ്ടെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ ഞാൻ 10 എണ്ണം കയറ്റും. അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോവാം. ഗായ്സ്, ഇതിനകത്ത് ആരാണ് ജയിക്കാന്ന് അറിയില്ല. ചിക്കു, ലിച്ചി, കാമാക്ഷി, ഇവര് മൂന്നാളാണ് ഗൈസ് കളിക്കുന്നത്. രണ്ടുപേര് കളിക്കുന്നില്ല എന്നുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് വഴക്കായിട്ട് പോയിട്ട് ഗൈസ്. എന്റെ മോനെ ലിച്ചി അതാ ഒരെണ്ണം എടുത്തു. ആ സോറി ചിക്കു, അത് ഒരാളുടെ നൂല് കാണാനില്ല ഗൈസ്. ഇല്ല ഒന്നുമില്ല, ടൈം തീരാനായി. ഇനി 30 സെക്കൻഡ്. ഇനി വെറും 1.5 മിനിറ്റേ ഉള്ളൂ. നൂല് വീണാലും താഴെ വീണാലും ആ മോനെ എക്സ്പേർട്ട്. എന്റെ മോൻ ഇത്ര സമയം പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ ചിക്കു തോറ്റു ഒന്നും ഇടാൻ പറ്റാതിരിക്കുമ്പോ കളി തുടങ്ങിയപ്പോ നോക്കിയേ ഏതാ സ്പീഡ്. ഓ പഠിച്ചു മോനെ. പണ്ട് വലിയപ്പ നൂല് കോർക്കുന്നത് ഓർത്തിട്ടാന്ന് തോന്നുന്നു. ഇടക്കൊന്ന് ഷാർപ്പൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരാള് ഇവിടുന്ന് ഒരാളതാ കുറെ മണിക്കൂറായി കൈസ്. ആകെ ഒറ്റ ഒരെണ്ണാണ് കയറിയത്. അവിടെ എത്രയായി? മുപ്പർക്ക് എത്രയായി? 2 എന്നാ പറയുന്ന കൈസ്. എന്തായാലും നമുക്ക് നോക്കാം ആരാ ജയിക്കാന്ന്. 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി 1 മിനിറ്റും കൂടി ഉള്ളു. ആരാണ് ജയിക്കുക? മിക്കവാറും നമ്മുടെ ചിക്കു ജയിക്കാനാ ചാൻസ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ചിക്കു ലിച്ചി പ്രാക്ടീസ് ചെയ്തപ്പോൾ 1 മിനിറ്റിൽ 5 എണ്ണം ഇട്ടു. പക്ഷെ ഇപ്പൊ 1 മിനിറ്റിൽ 2 എണ്ണം പോലും ഇടാൻ പറ്റാതെ കഷ്ടപ്പെടുകയാണ്. വേഗാവട്ടെ, പെട്ടെന്ന് സ്പീഡപ്പ്. യാ മോനെ സ്പീഡാവുന്നുണ്ട്. ഇതാ ടൈം തീരാനേ ഇനി 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. വെറും 30 സെക്കൻഡ്. ആര് ലീഡ് ചെയ്യുമെന്ന് അറിയില്ല ഗൈസ്. അതവിടെ ഇട്ടോ, വേറെ എടുത്തോ, മോളിൽ നിന്ന് എടുത്തോ. താഴെ വീണ വിട്ട് വേറെ എടുത്തോ. അയ്യോ, ഇവിടെ ഓറഞ്ചും വെച്ചിട്ടാണ്. സമയം തീരാനായി. ഇനി വെറും 30 സെക്കൻഡുകൾ മാത്രം. എന്റെ അമ്മോ, കാമാക്ഷി ഇതാ ഒരു 100 എണ്ണം വിട്ടു. ഇപ്പൊ തീരുന്ന തോന്നുന്നത്. അത് തയ്ക്കുന്ന ആളാട്ടോ, തയ്ക്കത്തില്ല. ഞങ്ങള് കുഞ്ഞു പിള്ളേരാണ്. കുഞ്ഞു പിള്ളേരുടെ കൂടെ കാമാക്ഷി കളിക്കുന്നു. ടൈം ഈസ് ഓവർ. സ്റ്റോപ്പ് ചെയ്തോ. സ്റ്റോപ്പ്. ഈ ലിച്ചി 4 എണ്ണാണ് ഗൈസ് എടുത്തത്. ചിക്കു എത്ര എണ്ണിയെ? 3 4 5 6 7 അല്ല 3 കൊറേ സമയല്ലേ 3 തുടങ്ങിട്ട്. 2 5 6 8 8 യാ മോനെ. അടുത്ത കാമാശായിട്ടുള്ള ടാസ്ക് ആണ് ഗൈസ്. എത്ര യാ മോൻ. ഇവര് രണ്ടാളുണ്ടോ പാവ. ഒരാള് തിരക്ക് പിടിച്ച് വെപ്രാളത്തിന് എതിര് 2-3 നൂലടക്കം പോണ മുത്ത് മാറിപ്പോയെന്ന് പറയാം. നമുക്ക് ഒന്നും കൂടി കളിപ്പിക്കാം ഗൈസ്. സ്റ്റാർട്ട്. കം ഓൺ, ലെറ്റ്സ് ഗോ ഗൈസ്. കം ഓൺ. അവര് ലിച്ചി പറഞ്ഞു ആ കളർ മുത്തായതുകൊണ്ട് ഞാൻ തോറ്റുപോയി. മുത്ത് മാറിയിട്ടുണ്ട്. നമുക്ക് ജയിക്കാൻ നോക്കാം. സെക്കൻഡ് റൗണ്ടിൽ. ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ ലിച്ചി ഒഴിച്ച് മറ്റേ രണ്ടാൾ 8 ഗൈസ്. ഇത് വയസ്സന്മാരും ചെറുപ്പക്കാരും തമ്മിലുള്ള കളിയാണ് ഗൈസ്. ശ്യാമോനെ, വയസ്സക്കാർ vs ചെറുപ്പക്കാരല്ല, കുഞ്ഞി പിള്ളേര്. ആര് ജയിക്കും നമുക്ക് കണ്ടറിയാം ഗൈസ്. ഇത് ലിച്ചി ജയിക്കുമോ, ചിക്കു ജയിക്കുമോ, നറൂട്ടോ ജയിക്കുമോ എന്നറിയില്ല ഗൈസ്. എൻ്റെ മോനെ, പറയുന്ന പോലെ ലീഡ് ഉയർത്താൻ വേണ്ടി നമ്മളെ ലിച്ചി ചിക്കു പ്രാവശ്യം സ്ലോ ആവുന്നുണ്ട് ഗൈസ്. ഈ സാധനം ഭയങ്കര പക്ഷെ കോൺസെൻട്രേഷൻ ലെവൽ ഒരേ കളറായതുകൊണ്ട് കാണുന്നുണ്ടാവില്ല എല്ലാവരും. കുറച്ച് ടാസ്ക് ആണ് ഗൈസ്. ആ നൂല് വെള്ളം എടുത്താൽ മതിയായിരുന്നു. നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. നമ്മൾ അടുത്ത ഗെയിമിന് വരുമ്പോൾ എല്ലാം ശ്രദ്ധിക്കാം ഗൈസ്. നമ്മളെ ചിക്കുവിനും ലിച്ചിക്ക് ആദ്യം നമുക്ക് ചിക്കുവിന്റെ നോക്കാം ഗൈസ്. എന്റെ മോനത് എണ്ണാൻ വരെ പറ്റത്തില്ല, അത്രയ്ക്ക് കുറയിട്ട്. അടുത്തത് നമ്മളെ കാമാക്ഷി. എന്റെ മോൻ 5. അടുത്തത് ആരാ ജയിച്ച റോസിനെ. ബാക്കി ഇത് എത്ര എണ്ണം ഉണ്ട്? 2 3 4 5 6 7 8 9 10 11 12. എന്റെ മോനെ 12 എണ്ണ. 12. എന്നാലും നേരത്തെ കൂട്ടി നോക്കിയാൽ ഇവര് തന്നെ ജയിച്ച ഗൈസ്. ലീഡ് നിർത്തി നമ്മുടെ പച്ചക്കിളിയാണ് ഗൈസ്. അതായത് നമ്മുടെ ലിച്ചി. സ്റ്റാർട്ട് ഗൈസ്. എല്ലാവരും ഒരേ ലെവലിൽ ഡ്രോ പിടിച്ചിരിക്കുകയാണ് ഗൈസ്. അത് എത്ര നിങ്ങൾ തന്നെ പറഞ്ഞ് കമന്റ് ഗൈസ്.